ഇനി ആരെങ്കിലും ഉണ്ടോ ചോദ്യം? എനിക്ക് സൂപ്പിക്കാണ് ചോദിക്കുള്ളത്. നിങ്ങൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്ന മാറ്റങ്ങൾ. അപ്പൊ അക്കാലത്ത് ഞാൻ ന്യൂസ് കണ്ടതാണ്. അക്കാലത്ത് എപ്പാണ് ഓണപ്പരീക്ഷന്റെ ബുക്ക് കൊടുത്തത്? പരീക്ഷയുടെ ബുക്കില്ല, അത് ഓണപ്പരീക്ഷ കഴിഞ്ഞ ശേഷം ഞാൻ ന്യൂസ് കണ്ടത്. കഴിഞ്ഞ ശേഷം അക്കാലത്ത് കൊടുത്തത്. ചോദിക്കുള്ളത് നിങ്ങൾ പറഞ്ഞു MA ഷാഫി ഇതാക്കി അങ്ങനെ ആക്കി. എന്ത് UDF എന്ത് തിരിഞ്ഞാളിങ്ങളെന്നല്ല ഷാഫിന്റെ മേത്ത് വരുന്നത്. പിന്നെ BJP വർഗീയതയെ പറ്റി പറഞ്ഞു. കാഫിൽ സ്ക്രീൻഷോട്ട് ആരാ ഉണ്ടാക്കിയ? അല്ല, അൽഫാസ് ചോദിച്ച ചോദ്യം ഒന്ന് ആവർത്തിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഉമ്മൻചാണ്ടിന്റെ കാലത്ത് ഓണപ്പരീക്ഷയ്ക്ക് ശേഷമാണ് പുസ്തകം കൊടുത്തത്. ഒന്ന്. രണ്ടാമത്തത്, എന്ത് പ്രശ്നത്തിനും ഷാഫി പറമ്പിലിന്റെ മേത്തേക്ക് എന്തിനാ കയറുന്നത്? അപ്പൊ നേരത്തെ BJPന്റെ വർഗീയത പറഞ്ഞ് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണ്? ഇതില് എല്ലാ പ്രശ്നങ്ങൾക്കും ഷാഫി പറമ്പിലിന്റെ മേലേക്കാരും അത് അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അല്ലാതെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അയാളെ മാറ്റി നിർത്താനോ അയാളെ പരിപാടി ബഹിഷ്കരിക്കാനോ ഒന്നും നമുക്ക് ആർക്കും സാധിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ആളുകളുടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന്റെ വഴിക്ക് പോലും എന്തായാലും ആരെയും മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കില്ല. കാഫിർ ഷോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോഴും കോടതിയുടെ പരിഗണനയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി വരുന്ന ആളുകളിൽ പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. പിന്നെ മറ്റേ അബ്ദുറഹ്മാൻ ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിക്കാം. അപ്പൊ അന്ന് എന്തോ കാരണങ്ങൾ കൊണ്ട് ഓണപ്പരീക്ഷ വൈകി പോയിട്ടുണ്ടാവും. ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ എന്നെ ചായപ്പീടിയല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ചായപ്പീടിയ എന്ത് പരീക്ഷ ഇപ്പൊ പരീക്ഷ ഉണ്ടാവും. അതാണ് ഇന്നത്തെ സ്ഥിതി. പിന്നെ വർഗീയത പണ്ടാര് പറഞ്ഞതുപോലെ കേരളം ഭരിക്കുന്ന മുണ്ടുടുത്ത മോഡിയാണ്. മറ്റാള് പാന്റ് കൊടുത്തിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി മുണ്ടുകൊടുത്തിക്കുന്നേ ഉള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ രണ്ടാളും കൂറ് കച്ചവടാണ്, നല്ല കൂറ് കച്ചവടാണ്. ഇവർക്ക് കേസുകളിലോ നില ഒഴിവായി കിട്ടണം. അതുകൊണ്ട് BJP പറയുന്നല്ല. നിങ്ങൾക്കറിയാലോ PM ശ്രീ എന്താ അതിന്റെ സംഗതി? നിങ്ങൾ അതിനെപ്പറ്റൊന്നും പറയാത്ത PM ശ്രീ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുകയാണ്. കർണാടക നടപ്പാക്കുന്നില്ല, തമിഴ്നാട് നടപ്പാക്കുന്നില്ല. അതിലൂടെ RSSന്റെ പാഠ്യപദ്ധതി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഇനി പഠിപ്പിക്കാൻ പോകുന്നു. അതാണ് സ്ഥിതി. ഇവരെല്ലാം തന്നെ വോട്ടിന് വേണ്ടി ഏത് നെറികെട്ട ആദർശം പണയം വെക്കാൻ തയ്യാറായിട്ടാണ് LDF പോകുന്നത്. ഇതെന്നറിയാലോ എന്താ സ്ഥിതി? വിശ്വാസികൾക്കെതിരാണ്. ശബരിമലയിലെ സ്വർണ്ണ ഏതാണ്ട് പോയി, ആരാ കൊണ്ടുപോയെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. ഇപ്പൊ കേന്ദ്രത്തിലെ ഗവൺമെന്റ് RSS നേതൃത്വം കൊടുക്കുന്ന BJPയുടെ ഗവൺമെന്റാണ്. RSSന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ദേശീയാടിസ്ഥാനത്തിലും കേരളത്തിലും CPIM. PMശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ സംബന്ധിച്ച് നമുക്കറിയാം. PMശ്രീ പദ്ധതി ഇപ്പൊ സൂപ്പിക്ക പറഞ്ഞത് കർണാടകയിൽ നടപ്പിലാക്കിയില്ല എന്നാണ്. എന്നാൽ സൂപ്പിക്കയുടെ ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രധാന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ആണ് കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നേരത്തെ നടപ്പിലാക്കിയ പദ്ധതിയാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഗവൺമെന്റും ഈ സംസ്ഥാനത്തിനൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും PMശ്രീ പദ്ധതി ഒരു ഫെഡറൽ സംവിധാനം എന്നുള്ള നിലയിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ RSSന്റെ പാഠപുസ്തകങ്ങൾ, RSS എഴുതുന്ന കാര്യങ്ങൾ ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു സമീപനവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല എന്നുള്ള ധീരമായിട്ടുള്ള തീരുമാനം ഈ ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുണ്ട്.